അപ്പോൾ ചോദ്യം ഇവിടെ ഷിർക്ക് അശ്ശിർക്കു ഇസ്ബാത്തു ശരീക്കിൻ ഫിൽ ഉലൂഹിയത്തി വ ഖവാസിഹ ലിമൻ യഅ്തഖിദു ലഹു ഔസാഫ് റുബൂബിയ. അള്ളാഹുവിൻ്റെ റുബൂബിയത്തിലും ഉലൂഹിയത്തിലും ഷിർക്ക് ചെയ്യാതെ തലബുൽ അബ്ദി മിൻ റബ്ബിഹി അൽ ഹവായിജ, അടിമ ഉടമയായ രക്ഷിതാവിനോട് ആവശ്യങ്ങൾ അപേക്ഷിക്കുന്നതിനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഷിർക്കില്ലാതെ അഖസാ ഗായത്തുൽ ഖുദൂഇ വ തദല്ലുൽ, പരമമായ വണക്കവും താഴ്മയും ഇല്ലാതെ, പ്രാർത്ഥനയില്ലാതെ, പ്രാർത്ഥനയുടെ പരിധിയിൽ വരുന്ന ഇസ്തിആനത്തോ ഇസ്തിഗാസയോ ഇസ്തിആദത്തോ ഇല്ലാതെ ജിന്നിനോട് വല്ലതും തേടിയാൽ നിരുപാധികം ഷിർക്കാണ് എന്ന് ജിന്നിനു മാത്രമായി ഒരു ഷിർക്ക് ഏത് ആയത്തിലാണ് പഠിപ്പിക്കുന്നത്, ഏത് സ്വഹിയായ ഹദീസിലാണ് പഠിപ്പിക്കുന്നത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഏതായാലും സാധാരണ മറ്റു മുഖാമുഖങ്ങളിൽ പോയി ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് പോകുന്നത് പോലെ മുജാഹിദുകൾ നടത്തുന്ന മുഖാമുഖത്തിൽ പോയി അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് പോകാൻ കഴിയില്ല എന്ന് ബാബ ഉസ്താദിന് നന്നായി മനസ്സിലായിട്ടുണ്ടാവും. കാരണം ഇവിടെ ഒരുപാട് പാഠങ്ങൾ ബാബ ഉസ്താദിന് നമുക്ക് പഠിക്കാനുണ്ട്. കാരണം ശരാശരി ഒരു വിസ്ഡം പ്രവർത്തകൻ എന്താണ്, അയാളുടെ അഖീദ എന്താണ് എന്നുള്ളത് ബാബ ഉസ്താദിലൂടെ തന്നെ പ്രകടമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം ഉദ്ധരിക്കുന്ന തെളിവുകൾ, അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ, ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലെ കാന്തപുരം സമസ്തക്കാരുടെ വാദഗതികളാണ്. ഈ വാദഗതികൾ തന്നെയാണ് സലഫി മുഖം മൂടി അണിഞ്ഞുകൊണ്ട് നമുക്കിടയിലേക്ക് കടന്നു വരുന്ന വിസ്ഡം പ്രവർത്തകരും അവരുടെ പണ്ഡിതന്മാരും അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ ലളിതമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. സാധാരണ നമുക്കറിയാം, മുഹീദ്ദീൻ ശൈഖിനെ വിളിച്ച് ദുആ ചെയ്യുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ആ മുഹീദ്ദീൻ ശൈഖിനെ ദുആ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ, ഉദാഹരണത്തിന് ഖുതുബിയ്യത്തിൽ വമൻ യുനാദിസ്മി അൽഫം ബിഖൽവതിഹി അസ്മൻ ബിഹിമ്മതിഹി സർമൻ ലിഅഫ്വതിഹി അജബതുഹു മുസ്രിഅൻ മിൻ അജ്ലി ദഅവതിഹി ഫൽയദ്ഉ യാ അബ്ദൽ ഖാദിർ മുഹിയദ്ദീനി എന്ന് 1000 വട്ടം മുഹീദ്ദീൻ ശൈഖിനെ വിളിച്ച് ദുആ ചെയ്യുന്ന നമ്മുടെ നാട്ടിലെ സഖാഫികൾ, മുസ്ലിയാർക്ക് സഖാഫികളെ നന്നായിട്ട് അറിയാം. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ തന്നെ അത്തരം ആളുകൾ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ സഖാഫികളോട് നിങ്ങൾ പോയി ചോദിച്ചു നോക്കൂ, ഇത് ദുആ ആണോ അല്ലേ, ഇത് ദുആ ആണോ അല്ലേ എന്ന് ചോദിച്ചാൽ അവർ പറയും ഒരിക്കലും ദുആ അല്ല. കാരണം ഞങ്ങൾ മുഹീദ്ദീൻ ശൈഖിനോടാണ് തേടുന്നത്. മുഹീദ്ദീൻ ശൈഖ് അള്ളയാണെന്നോ ഇലാഹാണെന്നോ വിശ്വാസമില്ലാതെയാണ് ഞങ്ങൾ തേടുന്നത്. മുഹീദ്ദീൻ ശൈഖ് റബ്ബാണ് എന്ന വിശ്വാസമില്ലാതെയാണ് ഞങ്ങൾ തേടുന്നത്. ദുആ ആകണമെങ്കിൽ ഇസ്തിദ്ആഉൽ അബ്ദി റബ്ബഹു, ഒരു അടിമ തന്റെ റബ്ബിനോട് നടത്തുന്നതിനാണ് ദുആ എന്ന് പറയുന്നത്. മുഹീദ്ദീൻ ശൈഖ് റബ്ബാണ് എന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല, ഔലിയാക്കൾ റബ്ബുകളാണ് എന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല, അവർ ഔലിയാക്കളാണ് എന്ന നിലക്കാണ് ഞങ്ങൾ തേടുന്നത്. അതുകൊണ്ട് ഞങ്ങൾ നടത്തുന്നത് പ്രാർത്ഥനയല്ല, ദുആ അല്ല എന്ന ന്യായമാണ് ഏതൊരു സമസ്തക്കാരനും അവതരിപ്പിക്കുന്നതെങ്കിൽ സമാനമായ ഇബാറത്തുമായിട്ടാണ് ബാബ ഉസ്താദ് വന്നിട്ടുള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസം അത് പറഞ്ഞു. ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഹഖീഖത്തു ദുആ, യഥാർത്ഥ ദുആ, ബാത്തിലായ ദുആ അല്ല, ഒരു ശരിയായ ദുആ അതെന്താണ് എന്ന് വിശദീകരിക്കുന്നിടത്ത് പറയുന്ന വാചകമാണ് ഇസ്തിദ്ആഉൽ അബ്ദി റബ്ബഹു, തന്റെ റബ്ബിനോടാണ് ദുആ നടത്തേണ്ടത്, അതാണ് ഹഖീഖത്തു ദുആ. എന്നാൽ ലോകത്തെ ഹഖീഖത്തു ദുആ മാത്രമല്ല, യഥാർത്ഥ ദുആ മാത്രമല്ല, ബാത്തിലായ വലാലത്തിന്റെ, കുഫ്റിന്റെ, ഷിർക്കിന്റെ ദുആ ഉണ്ട്. ആ ദുആ അതിന്റെ നിർവചനമാണോ ഇത്? ഒരിക്കലുമല്ല. ഇത് ഹഖീഖത്തു ദുആഇന്റെ നിർവചനമാണ്. റബ്ബിനെ മനസ്സിലാക്കി ഉൾക്കൊണ്ടൊരു മനുഷ്യന്റെ ഉൾപ്രേരണയിലൂടെ കടന്നു വരുന്ന പ്രാർത്ഥന. ആ പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിനോട് മാത്രം നടത്തുന്ന യഥാർത്ഥ ഹഖീഖത്തു ദുആ. എന്നാൽ ആ റബ്ബിനോട് മാത്രം നടത്തേണ്ട ദുആ ചിലർ മരിച്ചു മൺമറഞ്ഞു പോയവരോട് നടത്തുന്നുണ്ട്, മറ്റു ചില ആളുകൾ ജിന്നുകളോട് നടത്തുന്നുണ്ട്, മറ്റു ചില ആളുകൾ അതേ മരത്തോടും കല്ലിനോടുമൊക്കെ നടത്തുന്നുണ്ട്. അത്തരം ദുആകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല കണിശമായി ഖുർആനിലൂടെ എതിർത്തു എന്ന് മാത്രമല്ല അല്ലാഹു പറഞ്ഞു, വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു യൗമൽ ഖിയാമഹ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. വളരെ കൃത്യമാണ് ഖുർആൻ പറഞ്ഞത്. അത് ഏറ്റവും വലിയ വഴികേടാണ് എന്ന് പറഞ്ഞാൽ റബ്ബായ അള്ളാഹുവിന് മാത്രം നൽകേണ്ട ദുആ, ഹഖീഖത്തായ നിലക്ക് റബ്ബിന് മാത്രം കൊടുക്കേണ്ട ദുആ അള്ളാഹുവിന് പുറമെയുള്ള ശക്തികൾക്ക് നൽകുന്നവനെക്കാളും വഴിപടച്ചവനാരുണ്ട്. അപ്പൊ ഇയാൾ പറയാണ് ഞാൻ റബ്ബ് എന്നുള്ള നിലക്കല്ല എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. യഥാർത്ഥത്തിൽ ദുആ അല്ലെങ്കിൽ തേട്ടം, പ്രാർത്ഥന, ഇസ്തിആന എന്നുള്ളത് ഇന്നൽ ഇസ്തിആനത ഇബാദ, അത് ആരാധനയുടെ വകുപ്പിൽപ്പെട്ടതാണ്, ആരാധനയുടെ വകുപ്പിൽപ്പെട്ടതാണ്. എന്നാൽ ഒരു മനുഷ്യൻ ജിന്നിനോട്, നേരത്തെ ബാബ ഉസ്താദ് പറഞ്ഞതുപോലെ, വിജനപ്രദേശത്ത് എത്തുമ്പോൾ, വണ്ടി പോകുമ്പോഴോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രയാസമുണ്ടാകുമ്പോഴോ ഈ രൂപത്തിൽ ജിന്നുകളോട് സഹായം തേടിയാൽ അത് ഞാൻ ജിന്നിനോടല്ലേ സഹായം തേടുന്നത്, റബ്ബിനോടല്ലല്ലോ, അതുകൊണ്ട് തന്നെ അത് ദുആ ആവുകയില്ല എന്നല്ല ഖുർആൻ പഠിപ്പിച്ചത്. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ ഖണ്ഡിതമായി പഠിപ്പിച്ചു. ആ ഖുർആൻ ഖണ്ഡിതമായി പഠിപ്പിച്ച വചനം ഇസ്ലാമിക ലോകം വളരെ വ്യക്തമായി പറഞ്ഞു തന്നു. നിങ്ങൾക്ക് കിതാബടക്കം പഠിപ്പിച്ചു തരും ഇൻഷാ അല്ലാഹ്. ബാബ ഉസ്താദിനോട് ഞങ്ങൾ ആദരവ് കാണിക്കുന്നത്
അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ ലലാലത്തുകളെ പിന്താങ്ങിക്കൊണ്ടല്ല, ഒരക്ഷരത്തിൽ നിങ്ങളുടെ ലലാലത്തിനെ ഞങ്ങൾ പിന്താങ്ങുകയില്ല. നേരെ മറിച്ച് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആയത്തുകളും ഹദീസുകളും ഉദ്ധരിച്ച് അത് ബോധ്യപ്പെടുത്തി തന്നാണ് ഞങ്ങൾ നിങ്ങളെ ആദരിക്കുക. അല്ലാതെ വെറുതെ വാക്കുകൾ കൊണ്ട് ആദരിച്ചിട്ട് കാര്യമില്ലല്ലോ. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വഅന്നഹു കാന റിജാലുൻ മിനൽ ഇൻസി യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി ഫസാദൂഹും റഹഖാ. എന്റെ കയ്യിലുള്ളത് കിതാബു തൗഹീദിന്റെ ശറഹാണ്. ഇസ്ലാമിക ലോകത്ത്, സലഫി ലോകത്ത് ഏറ്റവും അധികം പഠിപ്പിക്കപ്പെടുന്ന കിതാബു തൗഹീദ്, അതിന്റെ ശറഹിൽ ബാബുൻ മിനശ്ശിർക്കി അൽ ഇസ്തിആദത്തു ബിഗൈരില്ലാഹ്, അല്ലാഹുവല്ലാത്തവരോടുള്ള ഇസ്തിആദത്ത് അത് സംബന്ധിച്ച് വിവരിക്കുന്ന അധ്യായം എന്ന പേരിൽ തന്നെ കൊണ്ടുവന്ന ആയത്താണെന്ത്? വഖൗലുല്ലാഹി തആല, അല്ലാഹുവിന്റെ വാക്ക്. ഏത് വാക്ക്? വഅന്നഹു കാന റിജാലുൻ മിനൽ ഇൻസി യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി ഫസാദൂഹും റഹഖാ. മനുഷ്യരിൽപ്പെട്ട ചില ആളുകൾ ജിന്നുകളിൽപ്പെട്ട ചിലരോട് ഇതാ അഭയം ചോദിക്കുന്നു. ഫസാദൂഹും റഹഖാ, അങ്ങനെ അവർക്ക് ഗർവ് വർദ്ധിക്കുന്നു എന്ന് ഖുർആൻ പറഞ്ഞ ആയത്ത്. ഈ ആയത്ത് കൊച്ചിയിൽ നിന്ന് ഞാൻ ഓതിക്കൊടുത്തു ബാബ ഉസ്താദിന്. ഈ കൊച്ചിയിൽ നിന്ന് ആയത്ത് ഓതിക്കൊടുത്തതിന് ശേഷം ഒരു സമസ്തക്കാരന്റെ ചാനലിൽ അദ്ദേഹവുമായി ഫോൺ കോൺഫറൻസ് നടത്തി ബാബ ഉസ്താദ് നടത്തുന്ന ഒരു ഇന്റർവ്യൂ ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ചില വിസ്റ്റം പ്രവർത്തകർ അതാണ് വലിയ വാദമായി എടുത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബാബ ഉസ്താദും സമസ്തക്കാരും ഈ പറയുന്ന വിസ്റ്റം പ്രവർത്തകരും അഖീദപരമായുള്ള ഏകോപനത്തിൽ എത്രമാത്രം സമന്മാരാണ് എന്നുള്ളത് നമുക്കത് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. ഏതായിരുന്നാലും ആ മുസ്ലിയാരുടെ ചാനലിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് ഇബാദത്താണ്. കാരണം ഇസ്തിആദത്തല്ലേ, അത് അനസിനോട് ചോദിച്ചാലും ഇസ്തിആദത്തായതുകൊണ്ട് ഇബാദത്താണ്. ഈ വിവരക്കേട് ആരാ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത്? ഇസ്തിആദത്ത് എന്ന് പറഞ്ഞാൽ ആ ഇസ്തിആദത്ത് ഇബാദത്തായതേ ഉള്ളൂ, ഇബാദത്തല്ലാത്ത ഇസ്തിആദത്ത് ഇല്ലല്ലോ. അപ്പൊ പിന്നെ ആയത്ത് എങ്ങനെ ഫിറ്റാകും എന്ന വിവരക്കേട് ആരാണ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത്? അപ്പോ ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇസ്തിആനത്ത് ഇബാദത്തല്ലാത്തതുണ്ട്, ഇസ്തിആദത്ത് ഇബാദത്തല്ലാത്തതുണ്ട്, ഇബാദത്തല്ലാത്ത ഇസ്തിആദത്തുണ്ട്. ഇന്നിവിടെ ചോദ്യം ചോദിക്കാൻ തുടങ്ങിയപ്പോഴും ബാബു ഉസ്താദ് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അല്ല ഇസ്തിആദത്തല്ലേ, അത് അനസ് മൗലവിയോട് ചോദിച്ചാലും അത് ശിർക്കല്ലേ. മനസ്സിലാക്കണം. അപ്പൊ ഇസ്തിആദത്ത് എന്താണെന്ന് തന്നെ പഠിച്ചിട്ടില്ല. അവിടെ ഒരു അങ്ങേറ്റം വിഡ്ഢിത്തം നിറഞ്ഞൊരു ചോദ്യം ചോദിച്ചാൽ അത് ആവർത്തിച്ച് ഇനി പ്രയാസപ്പെടുത്തുന്നില്ല. ഏതായിരുന്നാലും ഇസ്തിആദ, അതുപോലെ തന്നെ ഇസ്തിആന, ഇസ്തമദ്ദ, ഇസ്തിഗാഥ എന്നൊക്കെ പറയുന്ന ആയത്തുകൾ, ആ ആയത്തുകളിൽ പറഞ്ഞ വാക്കുകളുടെ ഘടന എന്ത് എന്ന് പോലും ഇത്തരം സാധുക്കൾ തിരിച്ചറിയാതെ പോകുന്നു. അതിന്റെ ഇസ്തിലാഹിയായ മാന എന്താണ്, അതിന്റെ അർത്ഥതലങ്ങൾ എന്താണ് എന്ന് പഠിക്കാതെ പോകുന്നു. എന്നിട്ട് ഈ വിവരക്കേട് കൊണ്ട് തൗഹീദ് സമൂഹത്തിൽ പറഞ്ഞു നടന്ന് ഒരു വലിയ ജനതയെ പിഴപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇത്തരം ആളുകൾ സമൂഹത്തോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് മുവഹിദുകളായ ആളുകൾ മനസ്സിലാക്കി ഇൽമിയായി ഇത്തരം ആളുകളെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഞാനിത് ഒന്ന് ബാബ ഉസ്താദിനെ പോലെയുള്ള ആളുകളും അറിയാൻ വേണ്ടി പറയുകയാണ്. ഈ അധ്യായം ബാബും മിനശ്ശിർക്കി അൽ ഇസ്തിആദത്തു ബിഗൈരില്ലാഹ്, ഇത് വിശദീകരിക്കുമ്പോൾ നമുക്കറിയാം മുഹമ്മദ് ബിൻ സാലിഹുൽ ഉസൈമീൻ അദ്ദേഹം കിതാബു തൗഹീദിനെ ശറഹ് എഴുതിയിട്ടുണ്ട്. അതിൽ ആദ്യം തന്നെ പറയുന്നു ഖൗലുഹു മിനശ്ശിർക്കി. അവിടെ മിനശ്ശിർക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് ബാബ് ആരംഭിക്കുന്നത്. ആ മിൻ എന്നുള്ളത് ലിത്തബ്ഗീലി അല്ലെങ്കിൽ തബ്ഈലിന് വേണ്ടി ഉപയോഗിച്ച മിന്നാണത്. ഇവിടെ പറഞ്ഞത് മിനശ്ശിർക്കി എന്നാണ്. ഉസ്താദെ, ബാബു ഉസ്താദെ ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഇവിടെ പറഞ്ഞത് ബാബും മിനശ്ശിർക്കി എന്നാണ്. അപ്പൊ അവിടെ ഒരു മിന്നുണ്ട്. അശ്ശിർക്കു എന്ന് പറഞ്ഞല്ല തുടങ്ങിയത്, നേരെ മറിച്ച് മിനശ്ശിർക്കി എന്ന് പറയാൻ കാരണം മിൻ ലിത്തബഈലി, ആ മിൻ തബഈലിന്റെ മിന്നാണ്. എന്തുകൊണ്ടാണ് ഈ തബഈലിന്റെ മിൻ അവിടെ കൊണ്ടുവന്നത്? വഹാദിഹി തർജുമതു ലൈസത് അലാ ഇത്ലാഖിഹാ ലിഅന്നഹു ഇദൻ ഇസ്തിആദ ബിശഖ്സിൻ മിമ്മാ യഖ്ദിറു അലൈഹി ഫഇന്നഹു ജായിസുൻ കൽ ഇസ്തിആന. മനസ്സിലായോ? എന്താ പറഞ്ഞ അർത്ഥം എന്ന് മനസ്സിലായോ? എന്തിനാണ് തബഈലിന്റെ മിൻ അവിടെ കൊണ്ടുവന്നത് എന്ന് മുഹമ്മദ് സാലിഹുൽ ഉസൈമീൻ കിതാബു തൗഹീദിനെ ശറഹ് എഴുതുമ്പോൾ പറയാണ് വഹാദിഹി തർജുമതു ലൈസത് അലാ ഇത്ലാഖിഹാ. കാരണം മുത്തലഖായി ഇസ്തിആദത്തിനെ അവിടെ ഉദ്ദേശിക്കാൻ പറ്റില്ല. മനസ്സിലായി? നിരുപാധികം ഈ ഇസ്തിആദത്ത് അതിനെ ശിർക്ക് എന്ന് പറഞ്ഞു കൊണ്ടുവരാൻ പറ്റില്ല. എല്ലാ ഇസ്തിആദത്തും ശിർക്കല്ല. മനസ്സിലായോ? അപ്പൊ ജിന്നോ എന്ന് പറഞ്ഞിട്ട് ആലോചിക്കാൻ നിൽക്കണ്ട. ആ ശിർക്കല്ലാത്തത് എന്താന്ന് പറയണ്ടേ? അന്നഹു ഇദൻ ഇസ്തിആദ ബിശഖ്സിൻ ഇല്ലി അന്നഹു ഇദസ്തആദ ബിശഖ്സിൻ മിമ്മാ യഖ്ദിറു അലൈഹി ഫഇന്നഹു ജായിസുൻ. ഒരു മനുഷ്യർക്ക്, ഒരു വ്യക്തിക്ക് കഴിയുന്ന കാര്യത്തിൽ അയാളോട് അഭയം ചോദിക്കുക എന്നുള്ളത് ഹറാമല്ല. വസീലത്ത് ശിർക്കായതിനെ പറ്റിയല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത്. നേരെ മറിച്ച് ഫഇന്നഹു ജായിസുൻ, അത് അനുവദനീയമാണ്. ഏതുപോലെ ഞാൻ ഓതി ആയത്തുണ്ടല്ലോ, കൊച്ചിയിൽ വെച്ച് ഓതി പഠിപ്പിച്ച ആയത്ത്, വന്നഹു കാന റിജാലുൻ മിനൽ ഇൻസി യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി ഫസാദൂഹും റഹഖാ എന്ന ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി ഇസ്തിആദത്ത് എന്ത് എന്ന് പറഞ്ഞു പഠിപ്പിച്ച് ആ ഇസ്തിആദത്തിനെ സംബന്ധിച്ച് വിശദീകരിക്കുമ്പോൾ ആ ഇസ്തിആദത്ത് എന്തെന്ന് മനസ്സിലാക്കുന്ന സന്ദർഭത്തിൽ അതേ ഒരാള് മനുഷ്യനോട് ഒരു നാട്ടിൽ ചെന്ന് ചോദിക്കുന്ന അഭയതേട്ടങ്ങളുണ്ട്. ഇബ്നു കതീർ റഹിമഹുല്ലാ ഈ ആയത്തിന്റെ തഫ്സീറിൽ അത് പറഞ്ഞിട്ടുണ്ട്. സാധാരണ ഒരു ശത്രുരാജ്യത്തൂടെ പോകുമ്പോൾ ആ നാട്ടിലുള്ള ആളുകളെ കണ്ട് നമ്മൾ അഭയം ചോദിക്കാറില്ലേ? അത് ശിർക്കല്ല, അത് ശിർക്കല്ല. അതാ പറഞ്ഞത് അന്നഹു ഇദസ്തആദ ബിശഖ്സിൻ മിമ്മാ യഖ്ദിറു അലൈഹി ഫഇന്നഹു ജായിസ്, അത് അനുവദനീയമാണ്.
അതനുവദനീയമാണ്. ഏതുപോലെ? കൽ ഇസ്തിആന, സഹായതേട്ടം പോലെ. സഹായതേട്ടം പോലെ ഒരു മനുഷ്യന് കഴിയുന്ന കാര്യങ്ങൾ ആ മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ അയാളോട് ചോദിക്കുന്നത് ശിർക്കല്ലാത്തതുപോലെ ഇസ്തിആദത്തും അങ്ങനെ തന്നെയാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഇസ്തിആദത്ത് എന്ന് പറയുമ്പോൾ തന്നെ ഇബാദത്താണ് എന്ന് തെറ്റിദ്ധരിക്കേണ്ട. ഇത് മനുഷ്യരോട് അഭയം ചോദിക്കേണ്ട ഘട്ടങ്ങളിൽ അഭയം ചോദിക്കൽ അനുവദനീയമായതുണ്ട്. കൽ ഇസ്തിആന, സഹായതേട്ടം പോലെ. എന്നാലോ ഈ അനുവദനീയമായ മനുഷ്യരോട് ചോദിക്കൽ ജായിസായ ഈ സഹായതേട്ടം ജീവിച്ചിരിക്കുന്ന ജിന്നുകളോട് അഥവാ മനുഷ്യരോട് ചോദിച്ചാൽ ശിർക്കല്ലാത്ത ഒരു കാര്യം, അനുവദനീയമായ കാര്യം, അതേ മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ ജിന്നുകളോട് ചോദിച്ചു. ജിന്നുകളോട് ചോദിച്ചു. നിങ്ങൾ പറയുന്നത് നിരുപാധികം ശിർക്കല്ല എന്ന്. ശിർക്കിന്റെ ഏത് നിർവചനത്തിലാണ് പെടുത്തുക എന്നുള്ളത് വളരെ കൃത്യമായി കേട്ടോ. മനുഷ്യരോട് ചോദിച്ചാൽ, മനുഷ്യരോട് അഭയം ചോദിച്ചാൽ, മനുഷ്യരോട് സഹായം തേടിയാൽ ശിർക്കല്ലാത്ത കാര്യം മക്കയിലെ മുശ്രിക്കുകൾ, ജാഹിലിയ അറബികൾ ജിന്നുകളോട് ചോദിച്ചു. ആ ജിന്നുകളോട് ചോദിച്ചതിനെ സംബന്ധിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ശിർക്കാണ് എന്ന് പറഞ്ഞത്. അപ്പൊ ശിർക്കാണെന്ന് ആയത്തിൽ എവിടെ ഉണ്ട് മൗലവി? അല്ലേ, ആയത്തിൽ ശിർക്കാണെന്ന് എവിടെ ഉണ്ട് മൗലവി? അതിനാ ഞാൻ ആദ്യം അധ്യായത്തിന്റെ പേര് പറഞ്ഞു തന്നത്. അധ്യായത്തിന്റെ പേര് പറഞ്ഞത് ബാബു മിനശ്ശിർക്കി അൽ ഇസ്തിആദത്തു ബിഗൈരില്ലാഹ്. ശിർക്കിനെ പറ്റി പറയുന്ന അധ്യായം. ആ ശിർക്കിൽ പറയുന്നത് അൽ ഇസ്തിആദത്താണ്. ആ അൽ ഇസ്തിആദത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ എല്ലാ ഇസ്തിആദത്തും ശിർക്കാണെന്ന് മനസ്സിലാക്കണോ? വേണ്ട. അനുവദനീയമായ അഭയതേട്ടങ്ങളുണ്ട്. അത് തന്നെ ആ തബഈലിന്റെ മിൻകൊണ്ട് അതേ നമ്മുടെ ബഹുമാന്യ പണ്ഡിതനായ മുഹമ്മദ് ഇബ്നുൽ വഹാബ് റഹിമഹുല്ലാ രേഖപ്പെടുത്തിയിട്ടുണ്ട്, വ്യക്തമാക്കിയിട്ടുണ്ട്. ആ തബഈലിനെ ബോധ്യപ്പെടുത്താനാണ് മിനശ്ശിർക്കി എന്ന് പറഞ്ഞത്. അങ്ങനെ ഒരൽപ്പമൊക്കെ അറബി ഭാഷയുമായി ബന്ധമുള്ള ആളുകൾക്ക് കാര്യം വ്യക്തമായി മനസ്സിലാകുന്ന രൂപത്തിൽ വിശദീകരിച്ചു. അപ്പൊ അനുവദനീയമായ ഇസ്തിആദത്ത്, അഭയം ചോദിക്കൽ. എന്നാൽ അതേ അനുവദനീയമായ ഇസ്തിആദത്തിനെ കുറിച്ച് പറയുമ്പോൾ ശിർക്ക് എന്ന് പറഞ്ഞിട്ട് അതേ ശിർക്കിന്റെ ഇനത്തെ എണ്ണുമ്പോൾ ആ ശിർക്ക് ഇസ്തിആദത്ത് ഏതാണ്? വകാനത്തിൽ അറബു ഫിൽ ജാഹിലിയ്യതി ഇദാ നസലു ഫീ വാദിൻ നാദു ബിഅലാ സൗതിഹിം. ഏതെങ്കിലും മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ, നേരത്തെ ബാബു ഉസ്താദ് പറഞ്ഞില്ലേ, അദ്ദേഹത്തിന്റെ ക്ലിപ്പിൽ പറഞ്ഞില്ലേ, വിജനമായ പ്രദേശത്തെത്തുമ്പോ ഓ ജിന്നേ, ഓ ജിന്നേ, മരിച്ച ജിന്നല്ല, സ്ഥലത്തില്ലാത്ത ജിന്നല്ല, കേൾക്കാത്ത ജിന്നല്ല, നേരെ മറിച്ച് അവിടെയുള്ള ശബ്ദം കേൾക്കുന്ന പരിധിയിലുള്ള ജിന്നെ, ആ ജിന്നെ അഊദു ബിസയ്യിദിൽ വാദി മിൻ സുഫഹാഇ ഖൗമിഹി. കണ്ടോ, മിൻ സുഫഹാഇ ഖൗമിഹി. ജിന്നുകൂട്ടത്തിലെ വിഡ്ഢികളായ വിവരമില്ലാത്ത ആളുകൾ ഞങ്ങളെ ഉപദ്രവിക്കാതിരിക്കാൻ ഇവിടെയുള്ള ബഡാജിന്നെ, ഇവിടെയുള്ള കഴിവില്ലാത്ത ആളെ ഉദ്ദേശിച്ചല്ല ഇയാൾ വിളിക്കുന്നത്. ഇയാൾ വിളിക്കുന്നത് കഴിവുള്ള സയ്യിദായ ഇവിടെയുള്ള ജിന്നുകളുടെ നേതാവായ, മറ്റുള്ള ജിന്നുകളോട് പറഞ്ഞാൽ ആ ജിന്നുകൾ അനുസരിക്കുന്ന രൂപത്തിൽ പവറുള്ള അഊദു ബിസയ്യിദി ഹാദൽ വാദി, ഈ വാദിയിൽ ഹാളിറുള്ള, ഈ വാദിയിൽ ഉള്ള, ഈ വാദിയിൽ ജീവിച്ചിരിക്കുന്ന, ഈ വാദിയിൽ കേൾക്കുന്ന ജിന്നുകളെ അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യമാണോ? ഏതുപോലെ ഹിദായത്ത് തരണേ അല്ലാ, അതുപോലെ തന്നെ രോഗം മാറ്റി തരണേ അല്ലാ എന്ന് പറഞ്ഞ് അള്ളാഹിനോട് മാത്രം ചോദിക്കേണ്ട കാര്യമാണോ? അല്ല, മിൻ സുഫഹാഇ ഖൗമിഹി, ആ ഖൗമിലുള്ള സുഫഹാഉകളായ ജിന്നുകൾ എന്നെ ഉപദ്രവിക്കാതെ വലിയ ജിന്നെ നോക്കിക്കൊള്ളണേ എന്ന് മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞ വാദം മുത്തലക്കൻ ശിർക്ക് എന്ന് അല്ലാഹ് പറഞ്ഞാൽ, ഖുർആൻ പറഞ്ഞാൽ, അള്ളാഹനെ ചോദ്യം ചെയ്യാൻ വളർന്ന ബാബ ഏതാ? അള്ളാഹനെ ചോദ്യം ചെയ്യാൻ വളർന്ന വിശ്വംകാരനാരാ? അവരെയാണ് ഞങ്ങൾക്ക് കാണേണ്ടത്. അള്ളാഹ് മുത്തലക്കൻ എന്ന് പറഞ്ഞാൽ ഇവൻ പറയാം ഓയൊരു മുത്തലക്കാട്. അള്ളാഹ് ഒരു കാര്യം കൃത്യമായി പഠിപ്പിച്ചാൽ ഇയാൾ പറയാം എനിക്ക് ആയത്ത് പോരാ, എനിക്കത് പോരാ, എനിക്കത് തെളിവ് പോരാ. ശിർക്കിന് വേറെ കാണിച്ചു കൊടുക്കണം. അള്ളാഹ് തൊട്ട് കാണിച്ചു തന്നു ശിർക്ക്, അള്ളാഹ് തൊട്ട് കാണിച്ചു തന്ന ശിർക്ക്. ആ ശിർക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല വ്യക്തമാക്കി തന്നു. ഇനി മനസ്സിലാക്കണം, തഅരീഫാണ് ഇപ്പൊ ചില ആളുകൾ കൊണ്ട് നടക്കുന്നത്. ചില മൗലവിമാരും ആ തഅരീഫുമായിട്ടാണ് നടക്കുന്നത്. എന്താ തഅരീഫിലുള്ളത്? എന്താ തഅരീഫിലുള്ളത്? തഫ്താസാനി പറഞ്ഞിട്ടുണ്ട്. എന്താ തഫ്താസാനി പറഞ്ഞത്? തഫ്താസാനി പറഞ്ഞ തഅരീഫിലുള്ള വാചകം എന്താ? ശിർക്ക് എന്ന് പറഞ്ഞാൽ, ആ ശിർക്കിന്റെ നിർവചനം എന്ന് പറഞ്ഞാൽ ഇസ്ബാത്തു ശരീകി ഫിൽ ഉലൂഹിയ്യതി ബിമഅനാ വുജൂദിൽ വുജൂബി കമാലിൽ മജൂസി ഔ ബിമഅനാ ഇസ്തിഹ്ഖാഖിൽ ഇബാദ കമാലി അബദത്തിൽ ഔസാൻ. ഇതാണ് തഫ്താസാനി പറഞ്ഞ തഅരീഫ്. ഈ തഅരീഫ് എവിടെയാണ് ഫിറ്റാവുക എന്നാ ചോദിക്കുന്നത്. മനസ്സിലാക്കണം, ഈ തഅരീഫ് എവിടെയാണ് അതേ ജബ്ബാർ മൗലവി പറഞ്ഞതിലും ബാബു ഉസ്താദ് നേരത്തെ പറഞ്ഞതിലും അതുപോലെ ജിന്നു വിഭാഗത്തിൽപ്പെടുന്ന വിസ്ഡം വിഭാഗത്തിന്റെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിലും എവിടെയാണ് ഈ തഅരീഫ് ഫിറ്റാവുക എന്നാണ് ചില സാധുക്കൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാക്കണം, ഇതേ കാര്യം തന്നെയാ കൊട്ടപ്പുറത്തെ കാന്തപുരം ചോദിച്ചത്. ശിർക്കിന്റെ നിർവചനം എവിടെ മൗലവി? ശിർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് മൗലവി എന്നിങ്ങനെ ആവർത്തിച്ച് ചോദിച്ചത് എന്തിനാണെന്നറിയോ? മരിച്ചവരോട് വിളിച്ചാൽ ശിർക്കല്ല എന്ന് പറയാൻ, മരിച്ചവരോട് സഹായം തേടുന്ന ശിർക്കല്ല എന്ന് വാദിക്കാൻ കാന്തപുരവും ചോദിച്ച ഇതേ ചോദ്യം തന്നെയാണ്. അതേ ചോദ്യം, അതേ അച്ചിൽ തന്നെയാണ് വിസ്ഡംകാർ നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് പറഞ്ഞ അതേ മറുപടി തന്നെയാണ് നമുക്കിന്നും ഇവരോട് പറയാനുള്ളത്. അപ്പോ തഫ്താസാനിയുടെ തഅരീഫ് ധരിച്ചുകൊണ്ട്
ജബ്ബാർ മൗലവി എഴുതിയതിലും അതുപോലെ തന്നെ ഇപ്പോൾ ബാബ ഉസ്താദിനെ പോലെയുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിലും വിസ്റ്റംകാർ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിലും ശിർക്ക് എവിടെയെന്ന് ചോദിച്ചാൽ ആ തഅരീഫ് നന്നായിട്ടൊന്ന് വായിച്ചു നോക്കൂ. എന്താ അതിലുള്ളത്? അശ്ശിർക്കു, ശിർക്ക് എന്ന് പറഞ്ഞാൽ ഇസ്ബാത്തു ശരീക്കി, അള്ളാഹുവിന് കുറുകാരെ ഉണ്ടാക്കലാണ്. ഏത് വിഷയത്തിൽ? ഫിൽ ഉലൂഹിയത്തി, അവന്റെ ആരാധനയുടെ വിഷയത്തിൽ, അല്ലെങ്കിൽ ആ ഉലൂഹിയത്തിന്റെ വിഷയത്തിൽ ഏതെല്ലാം തരത്തിലുള്ള ബിമഅന വുജൂബിൽ വുജൂദി, അസ്തിത്വം അനിവാര്യമാണ് എന്ന നിലയിൽ, അഥവാ ഉണ്മയിൽ ഏതു കാലത്തും ഉള്ളവനാണ് എന്ന അവസ്ഥയിൽ ആ നിലക്ക് ഉള്ള, അഥവാ ആദ്യമില്ലാതെ അന്ത്യമില്ലാതെ നിലനിൽക്കുന്നവൻ എന്ന രൂപത്തിലുള്ള ആ ഒരു കൂറുകാരൻ എന്ന നിലക്കാണെങ്കിലും ഔ ബിമഅന ഇസ്തിഹ്ഖാഖിൽ ഇബാദ, ഇനി ഈ വുജൂബുൽ വുജൂദാകണം എന്ന നിർബന്ധം പിടിക്കാതെ, അഥവാ ഏതു കാലത്തും അവനും ആഖിറുമായി ഉണ്ടാകണം എന്ന ആ അർത്ഥമൊന്നും പിടിക്കാതെ, അള്ളയെപ്പോലെ ഒരു അള്ളയാകണം എന്ന നിർബന്ധം പിടിക്കാതെ, അള്ളാഹു പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കണം എന്ന നിർബന്ധം പിടിക്കാതെ, അതെ ഔ ബിമഅന ഇസ്തിഹ്ഖാഖിൽ ഇബാദ, അതെ തേട്ടത്തിന് ഇബാദത്തിന് ആരാധനക്കർഹനാണ് എന്ന നിലയിലോ ഒരു വിശ്വാസം കൊണ്ടുവന്നാൽ, കമാലി അബദത്തിൽ ഔസാൻ, വിഗ്രഹാരാധകരെ പോലെ, അബൂജഹലിനെ പോലെ. കാരണം അബൂജഹലിന്റെ വിശ്വാസം എന്താ? അള്ളയാണ് റബ്ബ്, അള്ളയാണ് മുദബ്ബിർ, അള്ളയാണ് ഖാലിഖ് എന്നിങ്ങനെ വിശ്വസിക്കുന്നു. ആര്? അബൂജഹൽ. അതേ അബൂജഹൽ വിജനപ്രദേശത്തെത്തിയാൽ ജിന്നുകളോട് സഹായം ചോദിക്കുന്നു. മനസ്സിലാക്കണം. എന്ത്? ഈ അബദത്തുൽ ഔസാൻ വിഗ്രഹാരാധകനായ അബൂജഹലും ഉത്ബത്തും ശൈബത്തുമൊക്കെ, അഥവാ മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ മുദബ്ബിർ അള്ളയാണ് എന്ന് പറയുന്നു, ഖാലിഖ് അള്ളയാണ് എന്ന് പറയുന്നു, റാസിഖ് അള്ളയാണ് എന്ന് പറയുന്നു, അതേ മുനസ്സിലുൽ ഗൈസ് മഴ പെയ്യിക്കുന്നവൻ അള്ളയാണ് എന്ന് വാദിക്കുന്നു. ഇതൊക്കെ വാദിക്കുന്ന അതേ അബൂജഹൽ വിജനപ്രദേശത്ത് ചെന്നാൽ അവിടെയുണ്ട് എന്ന് കരുതപ്പെടുന്ന ജിന്നുകളോട് സഹായം തേടുന്നു എന്ന് മാത്രമല്ല, ആ ഒരു കാര്യം അതിന് വിട്ടുകൊടുക്കുന്നതിൽ കുഴപ്പമില്ല. അള്ളയാണ് റാസിഖും ഖാലിഖും മുദബ്ബിറും എന്ന് വിശ്വാസമുള്ള അബൂജഹല് ആ വിജനപ്രദേശത്തെത്തിയാൽ അവിടെയുള്ള ജിന്നുകളോട് സഹായം തേടുന്നത് അതെ ആ റബ്ബ് ഖാലിഖും റാസിഖുമാണ് എന്ന വിശ്വാസത്തിനെതിരല്ലെന്ന് വിശ്വസിക്കുന്നു. അത് ജിന്നുകൾക്ക് കൊടുക്കാമെന്ന് വിശ്വസിക്കുന്നു. ആ നിലക്ക് അവർ പ്രവർത്തിക്കുന്നു. അത് ശിർക്കാണ് എന്ന് ഖുർആൻ പറയുന്നു. അത് ശിർക്കല്ല എന്ന് വിസ്തംവാദികളും പറയുന്നു. അതാണ് അവിടെ ഇബാദത്ത് വകവെച്ച് കൊടുക്കുന്നുണ്ട്. ജിന്നുകൾക്ക് ഇബാദത്ത് വകവെച്ച് കൊടുക്കുന്നുണ്ട്. ആ ജിന്നുകൾക്ക് കൊടുക്കുന്ന ഇബാദത്ത് എന്താണ്? ഇസ്തിആനത്ത്. ഏത് ഇസ്തിആനത്ത്? അതേ ജീവിച്ചിരിക്കുന്ന മനുഷ്യരോട് നടത്തിയാൽ ശിർക്കല്ലാത്ത ഇസ്തിആനത്ത്, ജീവിച്ചിരിക്കുന്ന മനുഷ്യരോട് നടത്തിയാൽ ശിർക്കല്ലാത്ത ഇസ്തിആനത്ത് ജിന്നുകൾക്ക് വകവെച്ച് കൊടുക്കുമ്പോ അല്ല പറയുന്നു അത് ശിർക്കാണ്. പണ്ഡിതന്മാർ ബാബു മിനശ്ശിർക്കി, ശിർക്കിന്റെ പാഠത്തിൽ അത് എഴുതി വെക്കുന്നു. എന്നാൽ ഇവർ ആകട്ടെ ഈ നിർവചനം ചോദിച്ചിട്ട് ഈ നിർവചന പ്രകാരം എവിടെയാണ് ശിർക്ക് വരുന്നത് എന്ന് ചോദിക്കുന്നു. ഇവിടെ ഒരു ഭാഗത്ത് ഖുർആനുണ്ട്, ഒരു ഭാഗത്ത് അള്ളാഹുവിന്റെ ആയത്തുണ്ട്, അതുപോലെ മുഫസ്സിറുകളുടെ വ്യാഖ്യാനമുണ്ട്, അഖീദയുടെ പണ്ഡിതന്മാരുടെ വിശദീകരണമുണ്ട്. ഇതൊന്നുമില്ലാതെ കുറച്ച് വാചാടോപവും കുറച്ച് ക്ലിപ്പുകളുമായി മറുഭാഗത്ത് വിസ്റ്റംകാരുമുണ്ട്. നാം എവിടെ നിൽക്കണം എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. ഇവിടെ ഞങ്ങൾ അള്ളാഹു പറഞ്ഞതിനോടൊപ്പമാണ്, റസൂല് പഠിപ്പിച്ചതിനോടൊപ്പമാണ്, സ്വഹാബത്ത് പറഞ്ഞതിനോടൊപ്പമാണ്. അല്ലാതെ അബൂജഹലിന്റെ വിശ്വാസത്തിലേക്ക് ചേരാൻ മുജാഹിദുകൾ ഒരുക്കമല്ല എന്നാണ് ഈ വിഷയത്തിൽ തീർത്തു മനസ്സിലാക്കേണ്ടത്.